ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ BSP തീരുമാനം. പാർട്ടി അധ്യക്ഷ മായാവതിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസും SP-യും വ്യവസായികളുടെ പാർട്ടിയെന്ന് മായാവതി വിമർശിച്ചു. ഒറ്റയ്ക്ക് മത്സരിച്ച് ഫലമുണ്ടാക്കിയെടുക്കുമെന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. അവസാനം നോബൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSP എങ്ങനെയാണ് മത്സരിക്കുക എന്ന് സംബന്ധിച്ച് വ്യക്തതയായോ? നേരത്തെ കോൺഗ്രസ് BSP-യുമായി കൂടി സംസാരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ SP അത് ചൊടിപ്പിച്ചിരുന്നു. രണ്ട്, BSP കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചില വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ BSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. നികേഷ്, ഇന്ത്യ മുന്നണിയിലേക്ക് ഇല്ല എന്നാണ് BSP അധ്യക്ഷ മായാവതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 68ാം പിറന്നാൾ ദിനത്തിലായിരുന്നു ഈ പ്രഖ്യാപനം ഇപ്പോൾ നടന്നത്. പ്രഖ്യാപനം നടത്തുമ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം കൂടി നടത്തുകയാണ് മായാവതി എന്താണ് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും എതിരെ രൂക്ഷ വിമർശനം നടത്തുകയാണ് മായാവതി എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ BSP ഇന്ത്യ സഖ്യത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആയ ഒരു സഖ്യത്തിലേക്ക് വരും എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ സമാജ്വാദി പാർട്ടി അവിടെ എതിർക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും സഖ്യത്തിലേക്ക് ഇല്ല എന്ന നിലപാട് മായാവതി അറിയിച്ചിരിക്കുന്നത്. മായാവതി സഖ്യത്തിലേക്ക് എത്തുന്നത് ഇന്ത്യ മുന്നണിയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന വിലയിരുത്തൽ കോൺഗ്രസിനും ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ മായാവതി ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഓന്തിനെ പോലെ അഖിലേഷ് യാദവിന് നിറം മാറും എന്നടക്കമുള്ള വിമർശനങ്ങൾ മായാവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അത്തരത്തിൽ, അതായത് വ്യവസായികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യവസായികളുടെ മുന്നണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണം കൂടി മായാവതി എന്താണെങ്കിലും നടത്തിയിരിക്കുന്നു. 2007 പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുകൂടി മായാവതി വ്യക്തമാക്കുന്നു. ജനങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ BJP-ക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം കൂടി മായാവതി ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും ഫ്രീ റേഷൻ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന വിമർശനവും മായാവതി എന്താണെങ്കിലും ഉയർത്തുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം മായാവതി സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ നടത്തുന്നില്ല എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു. മായാവതി അവരുടെ വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അത്തരത്തിൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതുകൂടി മായാവതി എന്താണെങ്കിലും ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നു. സജീവ രാഷ്ട്രീയത്തിൽ താൻ വിരമിക്കുന്നില്ല എന്ന പ്രഖ്യാപനവും മായാവതി നടത്തുന്നു. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSP ഒറ്റയ്ക്ക് ഉത്തർപ്രദേശിൽ മത്സരിക്കും എന്നതാണ് ഇപ്പോൾ നൽകുന്ന സന്ദേശം.